പിന്നെന്താ, ഞാൻ വിചാരിച്ച് നടക്കാത്ത കാര്യം വല്ലതും ഉണ്ട്. പിന്നെ അത് ഞാൻ MLA യോട് പറഞ്ഞ് ശരിയാക്കി തരാം. 15 കോടിയുടെ ഇടപാടല്ലേ ഉള്ളൂ, അത് ഞാൻ ശരിയാക്കി തരാമെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അതെ എന്നാ ഉണ്ട് നാളെയാ 15 കോടിയുടെ ഒക്കെ ഡീല്. കോടിയല്ല മോനെ, കോഴി. പഞ്ചായത്തിലെ കോഴിയുടെ ഇടപാടിൻ്റെ കാര്യം പറഞ്ഞ എന്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഇലക്ഷൻ പ്രചരണവും തീർന്നു. 3 നേരം ഫുഡ്, ആവശ്യത്തിലേറെ പെട്രോള്, കൈ നിറയെ കാശ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം കേട്ടോ. അത് ശരിയാണ്. അല്ല, നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചാലോ? അതാവുമ്പോൾ പെട്ടെന്ന് കാശുകാരനാക്കണം. അതല്ലാതെ വേറെ വഴിയൊന്നും എനിക്ക് തോന്നില്ല. ബിസിനസ്സൊക്കെ ഓക്കെ, പക്ഷെ അതിനുള്ള കാശ് നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? യെസ്, എനിക്കൊരു ബുദ്ധി തെളിഞ്ഞ് വരുന്നുണ്ട്. നീ എന്തായാലും പറ, നമുക്ക് ബുദ്ധിയാണോ അല്ലേ എന്നൊക്കെ നോക്കാം. ഇത്തിരി ചീപ്പാണ്, എന്നാലും ക്ലച്ച് പിടിക്കും. ഒരു വാർഡിൽ ഒരു 5 സ്ഥാനാർത്ഥികളായാലും മത്സരിക്കാൻ നിൽക്കുന്നുണ്ടോ? നമ്മൾ ഒരാളുടെ നമ്മുടെ വോട്ടിന് 2000 രൂപ വെച്ച് മേടിക്കും. അപ്പം മൊത്തം 10000 രൂപ. ആ വകുപ്പിൽ നിനക്കും കിട്ടും 10000 രൂപ. ഈ 10000 രൂപയിൽ നിന്ന് ഒരു 5000 രൂപ നമ്മുടെ ചിലവ് ആഘോഷങ്ങൾക്കൊക്കെ മുടക്കിയാലും പിന്നെ കൊണ്ടുവരാ 15000 രൂപ. അതിന് നമ്മൾ ഒരു ബിസിനസ് കൊടുക്കും. പിന്നെ അതിൻ്റെ ലാഭവും ഇതൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കും. പിന്നെ പണിക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കണ്ടല്ലോ. എങ്ങനെയുണ്ട്? നിനക്കെങ്ങനെ കിട്ടിയാളിയാ ഈ ബുദ്ധിയൊക്കെ? സമ്മതിച്ചു തന്നു. ഇതൊക്കെ എന്ത് കണ്ടാ, ആ മെമ്പർ സുഖം വിളിക്കുന്നു. ഞാനൊരു പ്ലാൻ ചെയ്ത ശുക്രനാണ്. ഹലോ, ആ ഇത് ഞങ്ങളിവിടെ പോയില്ലായിരുന്നു. ആണോ? ആ, നമ്മളേത് സ്ഥാനാർത്ഥിയുടെ കാശ് വാങ്ങും? ഏത് കാശ് മേടിക്കാൻ? വോട്ടർ ലിസ്റ്റ് പേരില്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. വോട്ടർ ലിസ്റ്റ് പേരില്ലെന്നോ? ഇല്ല. ഇനി എന്നെ നടത്തിട്ട് ബിസിനസ് ചെയ്യും. നമ്മൾ ആരുടെ നിന്ന് പിന്നെ കാശ് വാങ്ങും? ഉണ്ടാ നിന്നെ എന്നീ പരിപാടിക്ക് കൂടെ കൂട്ടിയോ ഒന്നും നടന്നിട്ടില്ല.